വിദ്യാർത്ഥികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവെക്കാനുള്ളത്. പയ്യോളി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം അത് എത്രത്തോളം ഉണ്ട് എന്നത് അവർ തന്നെ പറയുന്നുണ്ട്. ഇവിടെ പയ്യോളി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വലിയ ദുരിതത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പയ്യോളി ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ട കുട്ടികൾക്ക് അങ്ങോട്ട് സ്കൂൾ വിട്ടിട്ട് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് അടച്ചതിനാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് കൃത്യമായിട്ടില്ല. പിന്നീട് ബസ് കാത്തു നിൽക്കാനായിട്ട് നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ ലൈനിൽ നിന്ന് ബസ് കയറാനും ആയിട്ട് സൗകര്യമില്ല. അപ്പോൾ സർവീസ് റോഡ് അടച്ചതുകൊണ്ട് മേലത്തെ റോഡിൽ കയറാനാവുന്നില്ല. പിന്നെ ബസ് ചീരിപ്പായുന്ന ഈ ഹൈവേയിലാണ് നമ്മളെയൊക്കെ ഇപ്പം നിർത്തിക്കുന്നത്. പിന്നെ ഈ റോഡ് തന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടയ്ക്കുന്നതാണ്. പിന്നീട് ബസ് ഇങ്ങോട്ട് വരുന്നത് പയ്യോളി ഭാഗത്തേക്ക്, വടകര ഭാഗത്തേക്കുള്ള ബസ്സാണ് ഇങ്ങോട്ട് വരിക. പക്ഷേ ഈ സ്കൂൾ വിടുന്ന ഈ സമയമാകുമ്പോൾ പയ്യോളി എന്ന ബോർഡ് വെച്ചിട്ടാണ് ബസ് വരുന്നത്. ശരിക്കും വടകര ഭാഗത്തേക്ക് പോകേണ്ട ബസ്സാണത്. അപ്പോൾ കുട്ടികൾക്ക് പയ്യോളി കഴിഞ്ഞിട്ട് വടകര ഭാഗത്തേക്ക് പോകേണ്ട കുട്ടികൾക്ക് വലിയ പ്രശ്നമാണ്. പിന്നീട് ഇവർ മഴവെള്ളത്തിലൊക്കെ നടന്നിട്ട് പോകണം, അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പയ്യോളി ഇറങ്ങിയിട്ട് വടകര ബസ്സിന് കയറേണ്ട അവസ്ഥയാണ്. പോരാത്തതിന് പയ്യോളിൽ നിന്ന് കയറിയാൽ നമുക്ക് ST ഒന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ ദേശീയപാതയുടെ സർവീസ് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ മൂലം പയ്യോളി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ രാവിലെയും വൈകുന്നേരവും വലിയ ദുരിതത്തിലാണ്. നേരത്തെ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സർവീസ് റോഡ് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരുപാട് ദൂരം നടന്ന് ഈ വലിയ റോഡിലേക്ക് കയറേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് അടുത്ത ദിവസം തന്നെ ഈ ഭാഗവും അടക്കപ്പെടും. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത്. ബസ് ഗതാഗതം അതിലൂടെ സാധ്യമല്ല. അപ്പോൾ ആ ഭാഗത്തും ഒരുപാട് പ്രയാസങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് പലതവണ പരാതി നൽകിയിട്ടും ഈ നിർമ്മാണ കമ്പനിയായിട്ട് വകാട് ഇതൊന്നും ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ ഒരു ദുരിതത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരം തേടണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്.